എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മുടെ കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനും സർവ്വ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ മന്ത്രം, അത് ശ്രീ സൂക്ത മന്ത്രത്തിലെ അവസാനത്തെ 2 ഋക്കാണ് ഈ പറയുന്നത്. ഇത് സ്ഥിരമായി ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കുക. ഇങ്ങനെയാണ് ആ മന്ത്രം പറയുന്നത്: ഓം ഋണരോഗാദി ദാരിദ്ര്യ പാപക്ഷുത അപമൃത്യുവഹ ഭയശോകമനസ്താപ നശ്യന്തു മമ സർവദ. ശ്രീവർച്ചസ്വ ആയുഷ്യമാരോഗ്യമാവിധ ശോഭാമാനം മഹീയതേ ധനം ധാന്യം പശും ബഹുപുത്രലാഭം ശതസംവത്സരം ദീർഘമായുഹു. ഇത് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഋണങ്ങളും, രോഗം, ദാരിദ്ര്യം, പാപം, വിശപ്പ്, അപമൃത്യു, ഭയം, ശോകം, മനസ്താപം എന്നിങ്ങനെയുള്ള നമുക്ക് ദോഷങ്ങളായിട്ടുള്ള ദുരിതങ്ങളെ വിട്ടൊഴിഞ്ഞു മാറിയിട്ട് ശ്രീവർച്ചസ്വം ഉണ്ടാവുക, ആയുഷ്യം ഉണ്ടാവുക, ആരോഗ്യം ഉണ്ടാവുക, ശോഭാമാനമായ ജീവിതം ഉണ്ടാവുക, ധനങ്ങൾ ഉണ്ടാവുക, ധാന്യം ഉണ്ടാവുക, ബഹുപുത്രന്മാരുണ്ടാവുക, ഇത് ശതസംവത്സരം നമ്മുടെ കുലത്തിൽ ഉണ്ടാകുമാറാകട്ടെ എന്നുള്ളതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. ഇത് ജപിക്കാൻ പറ്റാത്തവർക്ക് ഓം ശ്രീ മഹാലക്ഷ്മിയച്ച വിദ്മഹേ വിഷ്ണുപത്നീച്ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത് എന്ന് പറയുന്ന ലക്ഷ്മി ഗായത്രി മന്ത്രം ജപിച്ച് നിത്യവും പ്രാർത്ഥിച്ചാൽ കടബാധ്യതകൾ വിട്ടൊഴിഞ്ഞു മാറുന്നതിനുള്ള വഴി തെളിഞ്ഞു വരുന്നതാണ്. നന്ദി, നമസ്കാരം.